ഹലോ എവ്രി വൺ, വെൽക്കം ടു ആമി വോക്ക്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം നാട്ടിലായിരുന്നു, വെക്കേഷനിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് അലൈനിക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേക്കാം. വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു അങ്ങനെ നാട്ടിലേക്ക് ചിന്താക്കെ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേഗം ഒതുക്കി വയ്ക്കാം. പിന്നെ നമുക്ക് എന്തായാലും ഒരു മാസം ഇവിടെ നിന്ന് വിട്ട് നിന്നതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പതുക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച മെറ്റീരിയൽസും പിന്നെ കുറച്ച് സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ഓൾവേസ് ഗേൾസിന്, ഈ ലേഡീസിനൊക്കെ നമുക്ക് ഈ സാരീസും ഡ്രസ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന്. അപ്പോൾ ഓക്കെ, ഫസ്റ്റായിട്ട് എന്താ കുറേ നാളായി ഒരു റെഡിമെയ്ഡ് മീൻസ് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടും അങ്ങനെ പക്കാ ഒരു 3 പീസ് സെറ്റൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. ഇടയ്ക്ക് ഒരു കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുമെന്നല്ലാണ്ട് അങ്ങനെ റെഡിമെയ്ഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കഴിഞ്ഞ വർഷം അങ്ങനെ ആഗ്രഹം തോന്നിയിട്ട് നാട്ടിൽ പോയപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂൺ ഗോഡസ് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷം കിട്ടിയ കഥയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഐറ്റം നാട്ടിൽ കഴിഞ്ഞ മാസമൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഐറ്റം എനിക്ക് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു പീസ് ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് കളറും നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഉദ്ദേശിച്ച കളറൊന്നുമല്ല. പിന്നെ നല്ല മീഡിയം സൈസാണ് ഓർഡർ ചെയ്തെങ്കിൽ പോലും വന്നിട്ടുള്ളത് ഇത് അവരുടെ മീഡിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലാർജിനേക്കാളും വലിയ സൈസാണ് കേട്ടോ. പിന്നെ വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു ഐറ്റം എനിക്ക് എന്താണോ അത്ര ഇഷ്ടമായില്ല. നമുക്ക് ഒരു ഐറ്റം ആ ഒരു സമയത്ത് നമുക്ക് മോഡലെ കണ്ടിട്ട് ഇഷ്ടമാവും. ഒരുപാട് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ചിലപ്പം അതിൻ്റെ ഒരു ഇഷ്ടം പോവും. അങ്ങനെ ഇഷ്ടം പോയതാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു ഡൈ ചെയ്ത് വരുന്നതാണ്. അടിയിൽ ലൈറ്റ് ബ്ലൂവും യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്റ്റേർഡ് യെല്ലോവും അല്ല, ഒരു അത്ര ഒരു ഭംഗിയില്ലാത്തൊരു യെല്ലോ കളർ. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകിൽ ഒരു മസ്റ്റേർഡ് യെല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള നല്ല രസമുള്ള യെല്ലോ ഉണ്ടല്ലോ, ആ യെല്ലോ, അങ്ങനത്തെ യെല്ലോ ആണെന്ന് വിചാരിച്ചത്. പിന്നെ ഇതെന്തായാലും സൈസ് ഭയങ്കര വലുതാണ്. നാട്ടിലെ എൻ്റെ ചേച്ചി ഒരു മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇതിട്ടിരുന്നു. അവൾക്ക് ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ഷേപ്പ് ചെയ്തിട്ട് റെഡി ആക്കാനുണ്ട്. അപ്പം ഇതൊരു ഇതിന് കൂടെ പാൻറ്റും വരുന്നുണ്ട്, സ്റ്റിച്ച്ഡ് അല്ല, മെറ്റീരിയലാണ്. പിന്നെ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഒരു ഷോപ്പിംഗ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓടിപ്പിടിച്ചൊരു ജയലക്ഷ്മിയിൽ പോയപ്പം എനിക്കൊരു നല്ലൊരു മെറ്റീരിയൽ കുറേ നോക്കി. അപ്പോൾ അതിൽ 1-2 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇല്ലാത്ത കളർ നോക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് 2 സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ഒരു പേസ്റ്റൽ ലെവൻഡർ ഷെയ്ഡും പിന്നെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വൈറ്റ് എംബ്രോയിഡറി ഒക്കെ വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബ്രിക്സിൻ്റെ കളർ, ഈ ഡീപ്പ് ഓറഞ്ച് ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ബ്രിക്ക് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ, അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് കളേഴ്സ് ആണല്ലോ, രണ്ട് വെച്ച് നോക്കുമ്പോൾ ഫേസിലേക്ക് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വീണ്ടും നോക്കിയപ്പോഴത്തേനും ഇത് കണ്ടപ്പം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എടുത്തു. എപ്പോഴും യെല്ലോസ് നമുക്ക് എപ്പോഴും നല്ല ഫേസിലേക്ക് കളർ വരുന്നതും ഒരു നല്ല കളറാണല്ലോ. അതും അതിൻ്റെ കൂടെ ഒരു പിങ്ക് എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കുറേ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട്, ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2000 അടുത്ത് പ്രൈസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് ഇങ്ങനെ ഒരു ചുങ്കിടി, പണ്ട് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. അപ്പം പിന്നീട് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഈ പാൻറ്റിൻ്റെ പോർഷൻ എടുത്തിട്ട് നമുക്ക് കുർത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡലോട് ഡ്രസ്സും കൂടെ ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പിങ്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഒരു പാൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു 2000 അടുത്തൊരു മെറ്റീരിയൽ എടുത്താലും 2 ടൈപ്പ് ഡ്രസ്സ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ മേടിച്ച ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ. പിന്നെ ഞാൻ റെഡിമെയ്ഡ് എടുത്തൊരു അങ്ങനെ റെഡിമെയ്ഡ് ആകെ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ആകെ
ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വന്നൊരു ഐറ്റം. പിന്നെ അതും ഇപ്പോൾ ഓർഡർ ചെയ്തൊന്നുമല്ല കേട്ടോ, കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്തത്. കഴിഞ്ഞ വർഷം വെക്കേഷനിൽ പോയപ്പോൾ ഓർഡർ ചെയ്തത്, ഇപ്രാവശ്യം വെക്കേഷനിൽ പോയപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മൂൺകോഡസ്ന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ പണി കിട്ടിയ കുറേ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പം ഇത് ഞാൻ സ്റ്റുഡിയോ വെസ്റ്റ് എന്ന് പറഞ്ഞു, സ്റ്റുഡിയോ അല്ല കേട്ടോ, സുഡിയോ അല്ല, സ്റ്റുഡിയോ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടാറ്റയുടെ ഒരു ഷോപ്പാണ്. ഇത് സെൻറ് തോമസ് കോളേജ് റോഡിൽ. അത് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു ഷോർട്ട് നാട്ടിൽ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റുഡിയോ അല്ല സുഡിയോ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തെറ്റിയതല്ല, ശരിക്കും സ്റ്റുഡിയോ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഷോപ്പുണ്ട്. സെൻറ് തോമസ് കോളേജ് റോഡിലാണ്, കോളേജിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് 1-2 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സ്റ്റിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഇട്ട് പോകുന്ന ഒരു ഡ്രസ്സാണ്. അപ്പം അങ്ങനെ ഇതൊരു ലിനൻ കോട്ടൺ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. കുറേ ലേസൊക്കെ വരുന്ന ഈ 3 ടയർ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് വരുന്നത്. എനിക്കില്ലാത്തൊരു കളറും കൂടിയാണ്, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ഫ്രോക്കുകളോടാണ് കൂടുതൽ ഇടാൻ താല്പര്യം. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കുറേ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ഓണം വരുന്നുണ്ടല്ലോ, പിന്നെ ഇടയ്ക്ക് ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് എല്ലാ സാരിക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് സാരീസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാരീസിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാരി കല്യാണിൽ അത് നാട്ടിൽ പോയിട്ട് ഒരു ഫസ്റ്റ് വീക്കിൽ നമ്മളൊരു ഷോപ്പിംഗ് ചെയ്തപ്പം അന്ന് അവിടെ എന്തോ ആടി സെയിലോ നടക്കുന്നുണ്ടായിരുന്നു. സാരി അപ്പം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല, ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കാണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു 1-2 സാരീസ് മേടിച്ചതാണ്. അതിലൊരു സാരിയാണിത്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ലൈറ്റ് പിങ്ക്, അതിൽ ഗോൾഡൻ സെറീസ് വരുന്നത്. ഇതിൻ്റെ പല്ലുവിൽ ഇതുപോലെ ടെസൽസ് ഒക്കെ വരുന്നുണ്ട്. ഇതിന് ബ്ലൗസ് വരുന്നത് സെയിം ഈ ഒരു ടൈപ്പ് ഇതുപോലെ തന്നെ വർക്ക് വരുന്ന ഒരു ബ്ലൗസ് തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. ഇതൊക്കെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ എന്തെങ്കിലും ഒരു ഓണം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അറിയില്ല നമുക്ക് നടക്കുമോ ഇല്ല എന്നൊക്കെ നോക്കാം. അപ്പോൾ ഒരു സാരി എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ഓണത്തിന് എല്ലാ പ്രാവശ്യവും ഓണത്തിന് ഒരു സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ മേടിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം എനിക്കൊരു ഗ്രീനും പിങ്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ബോർഡറൊക്കെ വരുന്ന സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എടുക്കണം എന്നായിരുന്നു. പക്ഷേ ഗ്രീനും റെഡും കിട്ടി, അത് രസമുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ പിങ്ക് കൂടെ വന്നതിന് നല്ലതായിരുന്നു തോന്നി. കാരണം ഞാനൊരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ ഫംഗ്ഷന് വേണ്ടി ഒരു സാരി എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഡാർക്ക് പിങ്ക് കളറാണ്. അപ്പോൾ ആ ബ്ലൗസ് റീയൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഗ്രീനും റെഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഓക്കെ പിങ്ക് കിട്ടിയില്ലെങ്കിൽ ഇത് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചത്. പക്ഷേ പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ ആ ഒരു ഗ്രീനും റെഡും കോമ്പും കൂടിയും പോയിട്ടോ, കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, പിന്നെ ഇത് കണ്ടപ്പോൾ കുറച്ച് വലിയ ബോർഡർ, റെഡ് ഈസ് ഓൾവേസ് എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് എപ്പം ഒരു ഔട്ടാവാത്ത ഒരു കളറാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പ്രാവശ്യവും റെഡ് തന്നെയാക്കാം. കഴിഞ്ഞ പ്രാവശ്യവും റെഡ് ബ്ലൗസൊക്കെ തന്നെയായിരുന്നു. പ്രാവശ്യം വീണ്ടും റെഡിലേക്ക് തന്നെ എത്തി. അതെന്താണെന്നറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വർക്കുള്ള എന്തെങ്കിലും സിൽക്കിൽ ബുട്ടാസൊക്കെ വരുന്ന ടൈപ്പ് കുറേ ബ്ലൗസ് അങ്ങനത്തെ അന്വേഷിച്ച് കിട്ടിയില്ല കേട്ടോ. ബ്രൊക്കേഡിലും നോക്കി, നല്ല ഒരു ചില്ലി റെഡ് കളറൊന്നും ഇല്ല. ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പേസ്റ്റൽ ഷെയ്ഡ്സും പിന്നെ ഈ ബനാറസിയിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയല്ലോ. അപ്പം റെഡൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് നോക്കാം. കുറേ നാളായി ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു കൊണ്ടുവന്നതാണ്. ഒരു സെറ്റ് മുണ്ടും അതിനൊരു ബ്ലൗസും. ഇതിനൊന്നും അധികം പ്രൈസൊന്നും വരുന്നില്ല കേട്ടോ. ഒരു രണ്ടും ഒരു അറൗണ്ട് 1000 അടുത്ത് പ്രൈസ് വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഓണം മനസ്സിൽ കണ്ട് നമുക്കിവിടെ ഒരുപാട് ഓണം സെലിബ്രേഷൻസ് വരുമല്ലോ, അതൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കളറിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്മയുടെ സാരീൻ്റെ വെച്ചിട്ട് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല മാച്ചുള്ള കളറായിരുന്നു. അപ്പോൾ അതും ഞാൻ മനസ്സിൽ കരുതിയിട്ട് വാങ്ങിച്ച ഒരു ബ്ലൗസ് പീസാണിത്. അപ്പം ഈ ഒരു വലിയ ബോർഡർ സ്ലീവിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്.
ജസ്റ്റ് ഇപ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല, നോക്കാം. പിന്നെ അതുപോലെ എനിക്ക് ഷോള് ഇതിൻ്റെ ഈ ഷിഫോൺ ജോർജറ്റ് പോലത്തെ കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒഴുകിക്കെടുക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെ തപ്പിപ്പോയതാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഈ കോട്ടണിൽ വരുന്ന ലൈൻസ് എടുക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് എക്സാക്റ്റ് സെയിം അല്ല, എന്നാൽ ചെറിയൊരു ഡിഫറൻസ് വരുന്ന ഒരു ഇത് കൂടെ കണ്ടപ്പോൾ ഞാൻ പിന്നെ അതും കൂടെ മേടിച്ചു. എന്തെങ്കിലും ഹാഫ് സാരി പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ട്. ഒന്ന് കോട്ടൻ്റെയും ഒന്നിങ്ങനെ ജോർജറ്റ് പോലത്തെ ഒരു ഷിഫോൺ പോലത്തെ ഒരു ഇത്. അപ്പം നമുക്ക് ഹാഫ് സാരി ഒക്കെ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ കയ്യിൽ പഴയൊരു സെറ്റ് സാരി ഇരിക്കുന്നുണ്ട്. അപ്പം അത് സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം, കൺവേർട്ട് ചെയ്തെടുക്കണം. അതിന് ബ്ലൗസ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഹാഫ് സാരീൻ്റെ പോർഷൻ നമ്മൾ ഷോളായിട്ട് ഇടുന്ന ഭാഗമൊക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ അടുത്തതെന്ന് പറയാൻ സാരീസ് തന്നെ നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു വിൻറ്റേജ് കളക്ഷൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ നോക്കിയിട്ട് അങ്ങനെ കുറേ ഒന്നും നോക്കാൻ പറ്റിയില്ല, എന്നാലും ഉള്ള സമയം കൊണ്ട് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. എന്നാലും ആ ഒരു കുറച്ച് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഈ കോവൈപ്പട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെയൊക്കെയായിരുന്നു ഇഷ്ടം. പക്ഷെ അങ്ങനത്തെ ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ കണ്ടുപിടിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഞാൻ കല്യാണിലാണ് പോയി നോക്കിയത് സാരിയൊക്കെ. പിന്നെ വലിയ പ്രൈസ് ഒന്നും വേണ്ടല്ലോ വെച്ചിട്ട് 1000 താഴെ കണ്ടിട്ടുള്ള റേഞ്ചിൽ വരുന്ന സാരീസാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു സാരീൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 കളർ ബോർഡറാണ് വരുന്നത്. ഒന്ന് പിങ്ക്, പിന്നെ ഇതുപോലെ ഒരു ഗ്രേപ്പ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഈ ഒരു ഭാഗം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ ഒരു ബ്ലൂവും പിങ്കും ആണ് വരുന്നത്. അത് ബ്ലൂവിന് പകരം ഈ പർപ്പിൾ തന്നെ വരാണെങ്കിൽ നല്ലതായിരുന്നു. അതല്ലെങ്കിൽ പ്ലെയിൻ ആയാലും കുഴപ്പമില്ലായിരുന്നു. ഉടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പം ഇത് വേണമെങ്കിൽ ഇത് താഴെ ബോർഡറാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് താഴെ ബോർഡറാക്കി എങ്ങനെ വേണമെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ പല്ലു വരുന്നത് ചെറിയൊരു യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പല്ലുവാണ് ഇതിൻ്റെ കേട്ടോ. അപ്പം ഞാനിത് ഒരു പ്രാവശ്യം സാരി ആയിട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് സ്കേർട്ടും ടോപ്പാക്കി മാറ്റും. അപ്പം മെയിനായിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്ക് ലുക്കിൻ്റെ ഒരു സ്പെഷ്യൽ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത കുറച്ച് സാരീസാണ് ഇതൊക്കെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചൊരു സാരിയാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ നമ്മൾ ഗ്രീന്, റെഡ്, ഗ്രീനിൽ അങ്ങനെ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ വിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നപ്പോഴത്തേനും എനിക്കത് ഇഷ്ടമായി. ഒരു വെറൈറ്റി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, പൊതുവെ എപ്പോഴും ഒരു ചെക്ക് ആയിട്ടുള്ള ഡിസൈനിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു കളറിലുള്ള നമ്മുടെ സാധാരണ ഓണം എന്താ പറയുക, ഈ ഒരു കസവ്, ഓണം കസവ് കേരള ട്രഡീഷണലി ഡിസൈനിലുള്ള സാരി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കട്ടെ, അധികം വിലയൊന്നും ഇല്ല ഇതിനും ഒരു അറൗണ്ട് ഒരു 1000 അടുത്ത് പ്രൈസ് വരുന്നുള്ളൂ. ഇത് ഞാൻ എല്ലാം എനിക്കൊരു സാരി ഒരു പ്രാവശ്യമെങ്കിലും സാരി ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യണതാണ് ഇഷ്ടം. നടക്കുമോയെന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ സ്കേർട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് അതിനെ ഹാഫ് സാരി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സെയിം കളർ കുറേ അന്വേഷിച്ചു. ഷിഫോണിൽ, ജോർജറ്റിൽ, പിന്നെ ബുട്ടാസിന് ഈ ബനാറസി ബുട്ടാസൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയേയില്ല. ലാസ്റ്റ് എനിക്ക് കണ്ടോ ഇതൊട്ടും പക്ക മാച്ചൊന്നുമല്ല. പിന്നെ എനിക്ക് നിവർത്തിയില്ലാണ്ട് വന്നപ്പം ഈ ഒരു കളർ എടുക്കേണ്ടി വന്നു. ഇതിനു വേണ്ടി ഞാൻ 3-4 ഷോപ്പിലൊക്കെ അന്വേഷിച്ചിരുന്നു. ഈ ഒരു ബ്രൗൺ കളർ കിട്ടാനേ ഇല്ല, അതെന്താണെന്നറിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ. പിന്നെ ഇത് സാരിയല്ല, പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. ഇത് നിഹാമോൾക്ക് അവളുടെ ഒരു ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം അത് കാരണം അവൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ മെറ്റീരിയലൊന്നും എടുത്തില്ല. ഇത് ഒരു
ഓറഞ്ച് ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു പട്ടുപാവാടയുടെ സെറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അവൾക്കിത് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി മെറ്റീരിയൽസിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഒരു സാരിയും കൂടെ കാണിക്കാനുണ്ട്. ഇതാണ് ആ സാരി. ഇത് ഞാൻ വാങ്ങിച്ച സാരിയല്ല. ഇത് ആക്ച്വലി ചേച്ചി ഓൺലൈൻ, എൻ്റെ ഫ്രണ്ട് ഒരു ഓൺലൈൻ ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ അവൾ അതിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച സാരിയാണ്. 2000 റേഞ്ചിൽ മേടിച്ച ഒരു സാരിയാണ്. പക്ഷേ ഫോട്ടോസിൽ കാണുന്ന ഒരു ഭംഗി നേരിട്ട് വന്നപ്പോൾ ഇല്ല ഇതിന്. കാരണം ഭംഗിയല്ല, അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഒരു ചീപ്പായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ അവരും ബിസിയാണ്, ഞങ്ങളും കുറച്ച് ബിസി ആയിട്ട് അത് മാറ്റി വാങ്ങിക്കൽ നടന്നില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു, നീ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചൊരു സാരിയാണ്. ഇത് ആക്ച്വലി എനിക്കങ്ങനെ അത്ര സ്യൂട്ടായിട്ടുള്ളൊരു കളറൊന്നുമല്ല. മാത്രമല്ല ഇതൊരു പ്യുവർ ഓർഗൻസി അല്ല, ഒരു ഓർഗൻസ പോലത്തെ മെറ്റീരിയലാണ്. എവിടെയും ഉടുത്താൽ കറക്റ്റ് നിൽക്കുന്ന ഒരു ടൈപ്പ് ഇതൊന്നുമല്ല. അപ്പം എനിക്കും ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാരിയും കൂടി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാനൊരു സാരിയും കൂടി എടുത്തിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിൽക്ക് ബേസ്ഡ് കോട്ടൺ. അതിൽ നല്ല ഡാർക്ക് പർപ്പിൾ ബോഡി ഭാഗം വരുന്ന ബോർഡർ പിങ്കും, പിങ്കിൽ ഗോൾഡൻ്റെ ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻ വരുന്ന ഒരു സാരി. ആ സാരി ഞാൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് ഓണം അല്ലേന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നിട്ടോ. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നേരത്തെ ഞാൻ റെഡിമെയ്ഡ് എടുത്തതിൽ ഒരു ഐറ്റം വിട്ടു പോയിട്ടുണ്ട്. കുറേ നാളായിട്ട് ചിക്കൻ കറി കുർത്തി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ച കുർത്തി. അപ്പം ഇത് തൃശ്ശൂർ മുനിസിപ്പലിലുള്ള ഒരു കോട്ടൺ ബസാർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അത് കാരണം ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. സാധാരണ ഇപ്പോൾ കല്യാൺ പുളിമൂട്ടിൽ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ 2000 രൂപയൊക്കെ വരുന്ന ഈ ഒരു പീസിന് അവിടെ 700 സംതിങ്ങേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ അത് മീഡിയം സൈസ് മാത്രം, മീഡിയം തൊട്ട് അവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് വലുതാണ്. അത് സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ കറക്റ്റ് സൈസിലേക്ക് ആക്കണം. പിന്നെ എനിക്കൊരു മീഡിയത്തിൽ ആദ്യം കളർ ഉണ്ട്. ആകെ പിങ്കും പിന്നെ പർപ്പിൾ പിന്നെ ഒരു യെല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ യെല്ലോ പിങ്ക് എപ്പോഴും ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കളർ എടുത്തട്ടോ. ഇതും ചേർന്ന ഒരു കളർ തന്നെയാണ്. ഇനി പിന്നെ അതുപോലെ ഷോളുകൾ ഇതുപോലെ റെഡിമെയ്ഡ്സ് കുറേ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഏതെങ്കിലും കുറേ കുർത്തീസ് അടിക്കാനുള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുർത്തിയൊക്കെ ഷോളാക്കി ഇടാം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇതൊരു 325 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല സുഖം ഇങ്ങനെ ഒതുങ്ങിയൊക്കെ കിടക്കുന്ന ടൈപ്പ് ഒരു ജോർജറ്റ് എൻ്റെ ഷോളാണ് കേട്ടോ. നല്ല ഷോളാണ്. പണ്ട് നമ്മൾ ചുരിദാർ മെറ്റീരിയലൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഷോളുകളുള്ള ചുരിദാർ മെറ്റീരിയൽ മാത്രമാണ് ഞാനെപ്പോഴും വാങ്ങിക്കാൻ ശ്രദ്ധിക്കാറ്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും നമുക്ക് സൽവാറിൻ്റെ അടുത്തും കുർത്തീസിനൊക്കെ എടുത്ത് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ബ്ലൗസ് ഈ ഒരു കളറ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കളറാണ്, ഈ ഒരു ഓറഞ്ച്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പം എല്ലാവരും ഇത് വെച്ചിട്ട് ഷോളും ബ്ലൗസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആവണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ എനിക്കിത് വാങ്ങിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഷോളും ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഇത് മീറ്ററിന് 200 ആൻഡ് സംതിങ് ഒരു അങ്ങനെ വരുന്നുണ്ട് പ്രൈസ്. അപ്പോൾ നമ്മൾ 2.5 മീറ്റർ ഷോള് പിന്നെ 1 മീറ്റർ ബ്ലൗസിനൊക്കെ മേടിച്ച് വെറുതെ കുറേ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ അതെനിക്ക് വാങ്ങിക്കാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ 1 മീറ്റർ ഞാൻ മേടിച്ചു. അപ്പോൾ നമുക്ക് ബ്ലൗസ് ആയിട്ടോ അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു മെറ്റീരിയലാണിത്. ഇതൊരു ജോർജറ്റിൽ ഇതുപോലെ ഫുള്ള് കട്ട് ബീഡ്സ് ഉണ്ടല്ലോ അതും പിന്നെ ഷുഗർ ബീഡ്സ് വൈറ്റും സിൽവറും വൈറ്റൊക്കെ വരുന്ന ഒരു വർക്കൊക്കെ വരുന്ന ഒരു അതാണ്. ഇത് വേണമെങ്കിൽ ഡൈ ചെയ്ത് കളർ മാറ്റാം. അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തതാണ്. ഇതിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നുള്ളൂ. നമുക്ക് ചിലപ്പോൾ അടുത്ത വർഷം നാട്ടിൽ പോകുന്ന സമയത്തായിരിക്കും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇവിടെ വരുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസിലേക്ക് കിടക്കാം കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്.
അപ്പം ഇതൊക്കെ ഒരു അണ്ടർ മീറ്ററിന് ഒരു 200 താഴെ, 100 തൊട്ട് ഒരു 200 ഉള്ളിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ എടുത്തത്. ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വരുന്നത് ഇതാണ്. ഈ ഒരു കളറിൽ എനിക്ക് നല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗ്രീൻ, യെല്ലോ, പിങ്ക്, ബ്ലൂ, ഒരു ചെറിയ ബ്രൗൺ വരുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാനൊരു കുർത്തി, സ്ലീവ്ലെസ് കുർത്തി സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ചിലപ്പം ഈ ഷോളും ഇതിന് ഭംഗിയുണ്ടായിരിക്കും, അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫസ്റ്റത്തെ പീസ്. അടുത്തത് ഇതിങ്ങനെ 2 പീസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ബോട്ടം കൊടുക്കാം, ഇത് ടോപ്പ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 90 or 100 മീറ്ററിന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 2 മീറ്ററോ 2.5 അത്രയൊക്കെ മേടിച്ചിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ടോപ്പും പാൻറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് യെല്ലോ, ഇപ്പം എപ്പോഴല്ല ഓൾവേസ് ഇഷ്ടമുള്ള ഒരു കളറാണ് യെല്ലോ. എല്ലാത്തിലും ഒരു യെല്ലോ ടച്ച് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഇത് ഒരു 200 അടുത്ത് മീറ്ററിന് പ്രൈസ് വരുന്നതാണ്. കുറച്ച് നമ്മുടെ അജ്രക് പ്രിൻ്റ് വരുന്നതാണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് ഇതിൻ്റെ പോലെ അത്രയും കട്ടിയില്ല, അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഒരു സോഫ്റ്റായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ഇതേപോലെ കുഴഞ്ഞു കിടക്കുന്ന എന്നാൽ വേറെ പ്രിൻ്റ് വരുന്നത് നോക്കിയിട്ട് കിട്ടാനുണ്ടായിരുന്നില്ല. ഇത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻ്റ് വരുന്നത് ഇങ്ങനെ പാനൽസ് ആയിട്ട് എനിക്കൊരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പിന്നെ വരുന്നതൊക്കെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ബ്ലൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി റെഡ് എടുത്തു. ഇതിന് 170 ആണ് മീറ്ററിന് വരുന്നത്. ഇതിന് അതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇത് റെഡും വൈറ്റ്, ഈ റെഡും ബ്ലൂവും കൂടിയിട്ട് ഓരോ ഡിഫറെൻറ്റ് പാനൽസ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ ചിലപ്പം സ്റ്റിച്ച് തരുമ്പം എനിക്ക് ഐഡിയ വീണ്ടും മാറും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തെന്ന് വരില്ല. ഇതിലത്തെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിവേ ഞാനിത് എന്തായാലും സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇനി നവരാത്രിൻ്റെ ഈ ദീപാവലി സെലിബ്രേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ദാണ്ടിയ അങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ നമുക്ക് സ്കേർട്ട് ഇട്ട് പോകാൻ വേണ്ടി വാങ്ങിച്ചതാണിത്. അടുത്തതായിട്ട് ഒരു 2 വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഒരെണ്ണം ട്യൂലിപ്സ് ഫ്ലവറും പിന്നെ ഇത് സാധാരണ നമ്മുടെ ഹൈബിസ്കസിൻ്റെ ഒക്കെ സാധാരണ ഫ്ലവർ. ഇത് 99 ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും 99 ഉള്ളൂ മീറ്ററിന്. ഇത് എനിക്ക് ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുള്ളൂ, ചിലപ്പോൾ മുകളിലേക്ക് എന്തെങ്കിലും ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഓൾമോസ്റ്റ് സെയിം ആണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എടുക്കും, ഒരെണ്ണം മുകളിലേക്ക് കൊടുക്കും. പിന്നെ ചേട്ടന് ഞാൻ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഓണം ഈ കോട്ടണിൽ നമ്മൾ ഓൺലൈൻ കുറേ നമ്മൾ റീൽസിലൊക്കെ കുറേ ഷർട്ടും ഇങ്ങനത്തെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ മെയിൻ ഷോപ്പുകളിലൊന്നും അങ്ങനത്തെ റെഡിമെയ്ഡ്സ് ഒന്നും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അന്വേഷിച്ച് ഷർട്ട് കിട്ടാതായപ്പോൾ എന്നാൽ പുള്ളിക്ക് ഞാൻ തന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്തേക്കാം. ഷർട്ട് അല്ലെങ്കിൽ ഒരു കുർത്തി ടൈപ്പ് അധികം ലെങ്തി ഒന്നും ഇല്ലാത്ത ഒരു ഷർട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരു മെറ്റീരിയലാണ് ഇത് നമ്മുടെ അജ്രക്ക് ലംഖാരി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് കോട്ടൻ്റെ പ്രിൻ്റൊക്കെ വരുന്ന മെറ്റീരിയലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണേ. പിന്നെ ഈ നമ്മുടെ ഈ കലങ്കാരി ടൈപ്പിൽ തന്നെ വരുന്ന വേറെ 1-2 മെറ്റീരിയലും കൂടി ഉണ്ട്. ഓക്കെ, ഇതാണൊന്ന്. പിന്നെ ഇത് ചിലപ്പോൾ ഞാൻ ഈ നേരത്തെ ഒരു ബ്ലൂ കാണിച്ചില്ലേ, മാച്ചില്ല അല്ലേ, ഒന്നുകിൽ നമുക്ക് കുർത്തി ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് ഈ ഒരു പ്രിൻറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണ്ട് നമ്മൾ യൂസ് ചെയ്യായിരുന്നു, ഇപ്പോൾ വീണ്ടും ഇതൊരു ട്രെൻഡായിട്ട് വന്നല്ലോ. നല്ല കോട്ടൺ നമുക്ക് ഇടാനും ഒരു കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ്, നല്ല കളേഴ്സ്, ഒരു ബ്രൗണ്, റെഡ്, ബ്ലാക്ക്, കുറേ
ബ്ലോക്സുകൾ ഇങ്ങനെ പ്രിൻ്റായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ. ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തി എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. നമുക്ക് അത്യാവശ്യം പിൻട്രസ്റ്റിലൊക്കെ പോയിട്ട് പിക്ചേഴ്സൊക്കെ റെഫർ ചെയ്തെടുത്തിട്ട് നല്ലതൊരെണ്ണം സ്റ്റിച്ച് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഇതിൽ ഈ ഒരു മെറ്റീരിയലിൽ നോക്കട്ടോ, ഇങ്ങനൊരു ലൈൻസ് ഓവറോൾ ഈ ഇതിൽ വരുന്നുണ്ട്. ഒരു സിൽവർ ഒരു സെറി മാതിരി ഇങ്ങനെ ഒരു വീവിങ് പോയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഷൈനിങ് തോന്നുന്നു അതുപോലെ. പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് കളർ ഇത് ഞാൻ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ മേടിച്ചതാണ്. അപ്പം നമ്മൾ ഒരു കുർത്തി പോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ബോട്ടമായിട്ട് ഇടാൻ പറ്റും. അതുപോലെ ഷോളിന് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇതിൽ ഏത് കളർ ഷോളും നമുക്ക് ഇടാം. നല്ല രസമുള്ള ഒരു, ഇതിനൊന്നും ലൈനിങ് വെച്ചിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. നല്ല സുഖമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതൊരു 150 160 ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും വരുന്നത്. ഇതൊരു 175 മീറ്ററിന് വരുന്നതാണ്. ഒരു 200 ഉള്ളിലാണ് എല്ലാം പ്രൈസ് വരുന്നത്. ഇതൊരു നല്ല രസമുള്ള ഒരു കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ആണ്. ഇതും കണ്ടോ, എങ്ങനെ നോക്കിയാലും ഒരു യെല്ലോ പിങ്കൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഗ്രീൻ രസമുണ്ടല്ലേ. ഇത് ഞാൻ കുർത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമായിരിക്കും ചിലപ്പോൾ. ഇനിയിപ്പോൾ പാൻറ്റാക്കുമോ നോക്കാം, എന്ത് ചെയ്യണ്ടേന്ന്. നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇനിയിപ്പം ഏതെങ്കിലും ഞാൻ കുറേ ഇപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് വളരെ ഉപകാരമായിട്ടുള്ളൊരു സാധനം ആയിരുന്നു ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത് ഈ ഒരു ഐറ്റം, സ്പേസ് സേവിങ് കവർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് ഇത് ഏറ്റവും വലിയ 5 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയത് ഞാൻ യൂസ് ചെയ്തില്ല, കാരണം അത്രയും കുത്തി നിറച്ചിട്ട് നമ്മുടെ ബാഗിൽ ഇത്രയും വലിയ കവർ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നു. ഇതിൽ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് അയർ ഫുള്ള് ഇത് വെച്ചിട്ട് പമ്പ് ചെയ്ത് ഫുൾ അയർ ഇതിലെ പുറത്ത് വരും. പിന്നെ ഈ ഒരു ക്യാപ്പും ഉണ്ട് അതിന്. ലാസ്റ്റ് ഇത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം ഡ്രസ്സുകളെല്ലാം ഒതുക്കി കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ നമുക്ക് 4 ബോക്സ് ട്രോളി ബാഗായിട്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ അതും പോരാത്ത അവസ്ഥയിലേക്ക് എത്തിയാനെ. കാരണം നമ്മൾ ഈ മെറ്റീരിയലുകളും പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയ ഇടാൻ ഡെയിലി യൂസിനും പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് മോൾഡ് ഡ്രസ്സ്, അപ്പോൾ അതെല്ലാം കൂടി കൊള്ളണ്ടേ. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. പിന്നെന്താ, പിന്നെ അത് കൂടാണ്ട് ഞാൻ മീഷോയിൽ ചെറിയ ഷോർട്ട്സ് ഇട്ടിരുന്നു. മീഷോയിൽ ഞാൻ വാങ്ങിച്ച ഒരുപാട് ഐറ്റംസ്, ഇതുപോലെ ജ്വല്ലറി, ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്വല്ലറികൾ മേടിച്ചതും പിന്നെ ഞാൻ കൊണ്ടുപോയതും ഒക്കെ ആയിട്ട് ഉള്ള ജ്വല്ലറികൾ മൊത്തം ഇതിലുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആയി പോയതുകൊണ്ട് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ, ഹെയർ കെയറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചധികം ഡോക്ടറൊക്കെ പോയി കണ്ട് മരുന്നൊക്കെ മേടിച്ച് അതൊക്കെ കഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാനൊരു അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടി കുറേ സാധനങ്ങൾ, സിബ്, ലേസ്, പിന്നെ പാഡ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ത്രെഡിൻ്റെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മീഷോന്ന് ഞാൻ മേടിച്ചൊരു ചെരുപ്പാണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അധികം പ്രൈസൊന്നുമില്ല, 500ൻ്റെ താഴെ കണ്ട് പ്രൈസേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ ഹീല് വരുന്ന നല്ല റൗണ്ട് ഹീലും, എനിക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ സ്ക്വയർ കട്ട് വരുന്ന ചപ്പൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു യെല്ലോ പേസ്റ്റലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ഒരു കവറും നല്ല രസമുണ്ട്. എക്സാക്ട് നമ്മുടെ സെയിം സൈസാണ്. അപ്പം മീഷോന്ന് നമുക്ക് വളരെ ചീപ്പായിട്ട് ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ വിട്ടുപോയ ഒരു ഐറ്റം കൂടെ കാണിക്കാം ലാസ്റ്റായിട്ട്. ഇത് ഈ ഒരു സാരിയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എൻ്റെ മദർ ഇൻ ലോ എനിക്ക് തന്നതാണ്.
ഒരു ഡിഫറെൻറ്റ് കളറാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തോ, അല്ലെങ്കിൽ ഉടുക്കാൻ പറ്റുമെങ്കിൽ ഉടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന സാരിയാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം ഇതും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഞാൻ കുറച്ച് ലൈനിങ് എടുത്തിട്ടുണ്ട്. നാട്ടിൽ ഇവിടത്തേനേക്കാളും ലൈനിങ്ങിന് നല്ല ചീപ്പായിട്ട് കിട്ടുമല്ലോ, അപ്പം ലൈനിങ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും